ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അലോവേറ ജെല്ല് എങ്ങനെ നമുക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ അലോവേറ ജെൽ നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പക്ഷേ നമുക്കും വീട്ടിൽ ഈ ജെൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നൂറ് ശതമാനം ശുദ്ധമായ അലോവേറ ജെൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിന് ഞാൻ 2 വലിയ തണ്ട് ഗാർഡനിൽ നിന്നും അലോവേറയുടെ തണ്ട് മുറിച്ചെടുത്തതാണ്. കട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഒരു യെല്ലോ ഫ്ലൂയിഡ് ഉണ്ടാകും, അത് ടോക്സിക്കാണ്. ആ യെല്ലോ ഫ്ലൂയിഡ് പോകുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് സമയം വെള്ളമൊഴിച്ച് വെച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് പോയി. ഇനി നമുക്ക് ഈ അലോവേറ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടൊന്ന് തുടച്ചും കൂടെ എടുക്കാം. നല്ല വലിയ അലോവേറയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നതും നന്നായിട്ട് തുടച്ചുമൊക്കെ വെച്ചിരിക്കുകയാണ്. അലോവേറ ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി കൂട്ടാൻ വേണ്ടി ഞാൻ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിലടിച്ച് നമുക്കൊന്ന് എടുക്കാം. കട്ട് ചെയ്ത് ഈ പൊട്ടറ്റോ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ചത് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്ത ഈ പൊട്ടറ്റോയും വെള്ളവും കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പൊട്ടറ്റോ നമ്മൾ അടിച്ചെടുത്തത് നന്നായിട്ട് അരിച്ചാണ് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് എടുത്തിരിക്കുന്നത്. നമുക്കിത് കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെ ആ സ്റ്റാർച്ച് അടിയും, അത് നമുക്ക് ഊറ്റിയെടുക്കണം. വീണ്ടും നമ്മളത് നല്ല വൈറ്റ് കളർ ആകുന്നിടം വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കിത് കുറച്ച് നേരം വെക്കാം. ആ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് അടിയിൽ അടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്റ്റാർച്ച് വൈറ്റ് കളർ ആകുന്നിടം വരെ നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വീണ്ടും നമുക്ക് കുറച്ച് സമയം കൂടി വെച്ച് കൊടുക്കാം. പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് അടിയുന്നിടം വരെ നമുക്ക് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തെ അലോവേറയുടെ ജെല്ലൊന്ന് എടുക്കാം. ഇത് 2 സൈഡിലെയും ഈ മുള്ളു പോലത്തെ നമുക്ക് ആദ്യം ഒന്ന് ചെത്തിക്കളയാം. ഇതിനെ നമുക്കൊന്ന് പുളർന്നെടുക്കാം. ഈ ജെല്ല് നമുക്കൊന്ന് സ്പൂൺ കൊണ്ടെടുക്കാം. നമ്മൾ ഈ ഒരു പീസിൽ നന്നായിട്ട് സ്പൂൺ കൊണ്ടെടുത്തിരിക്കുകയാണ്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ജെല്ല് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള 3 പീസിൽ നിന്നും നമുക്ക് ജെല്ലൊന്നെടുക്കാം. ആ 2 തണ്ടിൻ്റെയും ജെല്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അലോവേറ ജെല്ല് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചും കൂടി എടുക്കാം. ആ മുഴുവൻ ജെല്ലും നമ്മൾ അരിച്ചെടുത്തു. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ആ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് അടിഞ്ഞൊന്ന് നോക്കാം. മുകളിൽ നിന്ന് നമുക്ക് ആ വെള്ളം ഒന്ന് ഊറ്റിക്കൊടുക്കാം. ഒന്നും കൂടെ നല്ല വൈറ്റ് കളർ കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല വൈറ്റ് കളറാണ്. ഇതൊന്ന് അതിൻ്റെ സ്റ്റാർച്ച് അടിഞ്ഞു കഴിയുമ്പോൾ നമുക്കെടുക്കാം. നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. പൊട്ടറ്റോയുടെ ആ സ്റ്റാർച്ച് നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തെളിഞ്ഞിട്ടുമുണ്ട്. നമുക്കിത് ഊറ്റി വെള്ളം കളഞ്ഞിട്ട് ആ സ്റ്റാർച്ച് തന്നെ എടുക്കാം. സ്റ്റാർച്ച് മാത്രം എടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിനിയും അലോവേറ ജെല്ലുണ്ടാക്കാം. നമ്മൾ അരിച്ചെടുത്ത് വെച്ച 2 തണ്ട് അലോവേറയും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഫ്ലെയിം നല്ലപോലെ കുറച്ച് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് നമുക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അലോവേറ ജെല്ല് തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വരാൻ വേണ്ടി നമ്മൾ പൊട്ടറ്റോയുടെ സ്റ്റാർച്ചും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട്. നമ്മൾ റോസ് വാട്ടർ ഒഴിച്ചതുകൊണ്ടാണ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ അലോവേറ ജെല്ല് ഉണ്ടാക്കിയെടുക്കാം. നല്ല കട്ടിയുള്ള അലോവേറ ജെല്ല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, തണുക്കാനായിട്ട് വെക്കാം. തണുത്ത ജെല്ല് നമുക്ക് ഈ കുപ്പിയിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് അലോവേറ ജെൽ റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്